നമസ്കാരം. എല്ലാ വിദ്യാർത്ഥികൾക്കും എക്സലിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ബയോളജിയിലെ സെൽ ക്ലസ്റ്റേഴ്സ് എന്ന പാഠഭാഗമാണ്. ജീവശാസ്ത്രത്തിലെ കോശജാലങ്ങൾ എന്ന പാഠഭാഗമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആദ്യ ചാപ്റ്ററായാൽ കോശങ്ങളെക്കുറിച്ച്, സെല്ലുകളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് സെൽ ക്ലസ്റ്റേഴ്സ്, കോശങ്ങളുടെ കൂട്ടം, കോശങ്ങളുടെ ജാലത്തെക്കുറിച്ചാണ്, കോശജാലങ്ങളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. കോശജാലങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ശരീരം, മനുഷ്യൻ, ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞാൽ മില്യൺസ് ഓഫ്, ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായ, അതായത് ധാരാളം കോശങ്ങൾ ചേർന്ന്, സെല്ലുകൾ ചേർന്നാണ് നമ്മുടെ ബോഡി എന്ത് ചെയ്തിരിക്കുന്നത്, നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കോശങ്ങളുടെ കൂട്ടം, അതിനെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. കോശങ്ങളുടെ കൂട്ടത്തെ വിളിക്കുന്ന പേര് ടിഷ്യൂസ് എന്നാണ്. ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ കലകളെന്ന് പറയും. ഈ കലകൾ എന്താണ് കലകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സിമ്പിളായിട്ട് പറയാം, ഗ്രൂപ്പ് ഓഫ് സെൽസ് ആർ കാൾഡ് ടിഷ്യൂസ് എന്ന് പറയാം. കോശങ്ങളുടെ കൂട്ടമാണ് കലകളെന്ന് നമുക്ക് എന്ത് ചെയ്യാം, എളുപ്പത്തിൽ നമുക്ക് പറയാം. പക്ഷേ അതിൽ കൂടെ കുറച്ചുകൂടെ എന്ത് ചെയ്യും, കാര്യങ്ങളൂടെ ഉണ്ട്. ടിഷ്യൂസ് എന്താണെന്നുള്ളത് അത് നമുക്ക് നോക്കാം പിന്നീട്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാനുള്ള പാഠത്തിൻ്റെ പേര് ഓർമ്മിക്കുക, സെൽ ക്ലസ്റ്റേഴ്സ്, കോശജാലങ്ങൾ എന്നാണ് പാഠഭാഗത്തിൻ്റെ പേര്. നേരത്തെ നമ്മൾ കോശങ്ങളെക്കുറിച്ച്, സെല്ലുകളെക്കുറിച്ചാണ് പഠിച്ചതെങ്കിൽ ഇപ്പോൾ കോശങ്ങളുടെ കൂട്ടത്തെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാനായി പോകുന്നത്. ഇപ്പോൾ സസ്യങ്ങളായാലും ജന്തുക്കളായാലും പ്ലാന്റ്സ്, അനിമൽസ്, എല്ലാത്തിൻ്റെ ബോഡിയിൽ ഒന്നുണ്ട്, സെല്ലുകളുണ്ട്. സെല്ലുകൾ ചേർത്ത് ഇങ്ങനെ അടുക്കി വെച്ചാണ് നമ്മൾ ബോഡി എന്ത് ചെയ്തിരിക്കുന്നത്, ബിൽഡ് ചെയ്തിരിക്കുന്നത്, നിർമ്മിച്ചിരിക്കുന്നത്. ഈ സെല്ലുകൾ പല ടൈപ്പിലുണ്ട്. കോശങ്ങൾ പല തരത്തിലുള്ള കോശങ്ങളാണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ കാണുന്നത്. പാഠഭാഗത്തിൽ ആദ്യം തന്നെ അതിനൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ചിത്രം കൊടുത്തിട്ട് ആ ഒരു ചിത്രത്തിനകത്ത് നമ്മൾ ഹ്യൂമൻ ബോഡിയിൽ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് സെല്ലുകൾ ഏതൊക്കെയാണെന്ന് എഴുതിയിട്ടുണ്ട്. അതായത് നമ്മുടെ ബോഡിക്കകത്ത് തന്നെ പല തരത്തിലുള്ള, പല ഡിഫറൻ്റ് ആയിട്ടുള്ള സെല്ലുകൾ നമ്മുടെ ശരീരത്തിനകത്തുണ്ട്. ഏകദേശം 200 ടൈപ്സ് ഓഫ് സെല്ലുകൾ നമ്മുടെ ബോഡിക്കകത്ത് ഉണ്ട്. 200 ടൈപ്സാണ്. അതിന് 200 സെല്ലുകളുണ്ടെന്നല്ല, 200 തരത്തിലുള്ള കോശങ്ങളുടെ കൂട്ടം നമ്മുടെ ശരീരത്തിനകത്തുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ രക്തത്തിനകത്തുള്ള സെല്ലുകൾ, ബ്ലഡ് സെൽസ് നമുക്ക് പറയാം. ബ്ലഡ് സെല്ലുകൾ നമ്മുടെ രക്തത്തിൽ, ബ്ലഡ് സെല്ല്, അതുപോലെ ബോൺ സെല്ല്, ബോൺ നിർമ്മിച്ചിരിക്കുന്നത്, നമ്മുടെ രക്തം നിർമ്മിച്ചിരിക്കുന്ന രക്തകോശങ്ങൾ കൊണ്ടാണ്, ബ്ലഡ് സെൽസ് കൊണ്ടാണ്. അതുപോലെ ബോൺസ്, അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്നത് അസ്ഥി കോശങ്ങൾ കൊണ്ടാണ്, ബോൺസ് സെൽസ് ഉപയോഗിച്ചാണ്. അതുപോലെ നമ്മുടെ ബ്രെയിനകത്തുള്ള, നമ്മുടെ എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്നൊരു ഭാഗമാണ് നമ്മുടെ ബ്രെയിൻ. നമ്മുടെ ബോഡിയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു ഭാഗമാണ് ഇത് ബ്രെയിൻ. ഈ ബ്രെയിൻ നിർമ്മിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈ നാഡീവ്യൂഹം നിർമ്മിച്ചിരിക്കുന്നത് നാഡീകോശങ്ങൾ കൊണ്ടാണ്. നാഡീകോശങ്ങൾ, ഈ നാഡീവ്യൂഹം എന്നൊക്കെ പറയുമ്പോൾ ഓർമ്മിക്കുക, നാഡീവ്യൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് കിടക്കുന്ന പ്രധാന പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ഈ നാഡീവ്യൂഹം ചേർന്നാണ്. നാഡീവ്യൂഹത്തിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ആൾക്കാരാണ് നമ്മുടെ തലച്ചോറ്, അതുപോലെ തന്നെ വിവിധതരം നാഡികൾ, നെർവ്സ്, ബ്രെയിൻസ്, ഇതെല്ലാം ചേരുന്നതാണ് അതുപോലെ നമ്മുടെ സ്പൈനൽ കോഡ്, നട്ടലിനകത്തുള്ള സുഷുമ്നാ നാഡി എന്ന് പറയുന്ന ഭാഗം എല്ലാം ചേരുന്നതാണ് നാഡീവ്യൂഹം. അപ്പോൾ അത് നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ അതിനെ വ്യക്തമായി നോക്കാം. അപ്പോൾ ഇത് മനസ്സിലാകാൻ വേണ്ടിയാണെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഈ നാഡീവ്യൂഹം അല്ലെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്, അവിടെ ഇത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, നാഡീകോശങ്ങൾ കൊണ്ടാണ്, നെർവ് സെൽസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ പല ടൈപ്പിലുള്ള സെല്ലുകൾ നമ്മുടെ ബോഡിക്കകത്തുണ്ട്. അതിൽ 3 ടൈപ്പ് സെല്ലുകൾ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? പ്രധാനമായിട്ട് ബ്ലഡ് സെല്ല്, രക്തകോശങ്ങൾ, അതുപോലെ തന്നെ ബോൺ സെല്ല്, അസ്ഥികോശങ്ങൾ. ആ അസ്ഥികോശങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ അസ്ഥികളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. അതേപോലെ ഈ പറഞ്ഞ നെർവ് സെല്ല്, ബ്ലഡ് സെല്ല്, നെർവ് സെല്ല്, ബോൺ സെല്ല്, നാഡീകോശം, അസ്ഥികോശം, രക്തകോശം. മനസ്സിലാക്കുക. അപ്പോൾ ഈ രക്തകോശങ്ങൾ ചേർന്നാണ് രക്തം ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ അസ്ഥികോശങ്ങൾ ചേർന്ന്, ബോൺ സെൽസ് ചേർന്നാണ് ബോൺ ഉണ്ടായിരിക്കുന്നത്, അസ്ഥികൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ 206 അസ്ഥികളും നിർമ്മിച്ചിരിക്കുന്ന ഈ അസ്ഥികോശങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ നാഡീവ്യൂഹം, തലച്ചോറും അതുൾപ്പെടുന്ന നാഡികളും, ബ്രെയിനും, അത് ബാക്കിയുള്ള നെർവുകളെല്ലാം മേഡ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം അത് മേഡ് ചെയ്തിരിക്കുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? ആ സെല്ലുകൾ, നെർവ് സെല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി മറ്റൊരു ടൈപ്പ് സെല്ല് കൂടെ നമുക്ക് പറയാം, മസിൽ സെല്ലുകൾ, പേശി കോശങ്ങൾ. നമ്മുടെ ബോണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന, നമ്മുടെ അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്ന പേശികൾ. ഈ പേശികൾ കൊണ്ട് നിർമ്മിച്ചതാണ്? പേശി കോശങ്ങൾ അല്ലെങ്കിൽ മസിൽ സെൽസ് ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അസ്ഥികളും പേശികളും ചേരുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ആകൃതിയും ഒക്കെ കിട്ടുന്നത്. നമുക്ക് ചലിക്കാനുള്ള കഴിവും എല്ലാം ലഭിക്കുന്ന അസ്ഥികോശങ്ങളും പേശികോശങ്ങളും ചേരുമ്പോഴാണ്. മനസ്സിലാക്കുക.
അപ്പോൾ ഈ 4 തരത്തിലുള്ള കോശങ്ങളുടെ കൂട്ടത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട 4 തരത്തിലുള്ള കോശങ്ങൾ: രക്തകോശം, അസ്ഥികോശം, നാഡീകോശം, അതുപോലെ തന്നെ പേശീകോശം, മസിൽ സെല്ല്, ബോൺ സെല്ല്, നെർവ് സെല്ല്, ബ്ലഡ് സെല്ല്. ഈ 4 തരത്തിലുള്ള കോശങ്ങൾ, 4 തരം കോശങ്ങൾ കൊണ്ട് മാത്രമല്ല നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഏകദേശം 200 തരത്തിലുള്ള കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു 4 തരത്തിലുള്ള കോശങ്ങളെക്കുറിച്ച് മാത്രമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ പാഠത്തിന് എന്തിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ സെൽ ക്ലസ്റ്റേഴ്സ്, കോശജാലങ്ങൾ, കോശങ്ങളുടെ കൂട്ടത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്ക്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു അസ്ഥികോശങ്ങൾ. ഈ അസ്ഥികോശങ്ങൾ, ഓരോ കോശങ്ങൾ ചേർന്ന് അതിന് നമുക്ക് എന്ത് പറയാം? ബോൺ ടിഷ്യൂ എന്ന് പറയാം, അല്ലെങ്കിൽ അസ്ഥികല എന്ന് പറയാം. കലകൾ എന്ന് പറഞ്ഞാൽ ടിഷ്യൂസ്, അതായത് ഗ്രൂപ്പ് ഓഫ് സെൽസ്, കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ. അതായത് ഗ്രൂപ്പ് ഓഫ് സെൽസ് ആർ കാൾഡ് ടിഷ്യൂസ്. പിന്നെ അതിൻ്റെ ചില പ്രത്യേകതകളോടെ ഉണ്ട്, അത് നമുക്ക് പറയാം. അപ്പോൾ മനസ്സിലാക്കുക, ആദ്യം ഈ ഒരു ചെറിയ കാര്യം മാത്രം മനസ്സിലാക്കുക. കോശങ്ങൾ ചേർന്നാണ് കലകൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ രക്തകോശങ്ങൾ ചേർന്നെന്നുണ്ടാവും രക്തകല. ബ്ലഡ് സെൽസ് എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്ത് അതെന്തായി മാറും? ബ്ലഡ് ടിഷ്യൂ ആയിട്ട് മാറും. എന്തായി മാറും? ബ്ലഡ് ടിഷ്യൂ. അപ്പോൾ രക്തകോശങ്ങൾ ചേർന്ന് രക്തകലയുണ്ടാകുന്നു, പേശീകോശങ്ങൾ ചേർന്ന് പേശീകലകളുണ്ടാകുന്നു, അതുപോലെ അസ്ഥികോശങ്ങൾ ചേർന്ന് അസ്ഥികലകളുണ്ടാകും, നാഡീകോശങ്ങൾ ചേർന്ന് നാഡീകലകളുണ്ടാകും. അതായത് ബ്ലഡ് സെൽ ചേർന്ന് ബ്ലഡ് ടിഷ്യൂ, ബോൺ സെൽസുകളെല്ലാം കൂടെ കൂടി ചേർന്ന് ബോൺ ടിഷ്യൂ, അതുപോലെ നെർവ് സെല്ലുകളെല്ലാം നെർവ് ടിഷ്യൂ, പിന്നെയുള്ളത് മസിൽ സെല്ലുകളെല്ലാം ചേർന്ന് മസിൽ ടിഷ്യൂ. അപ്പോൾ ഇതാണ് സംഭവം. ഈ കാര്യം മനസ്സിലാക്കുക. ബട്ട് ഇനി നമുക്ക് എന്താണ് ടിഷ്യൂ എന്ന് നോക്കാം. ടിഷ്യൂസ് എന്ന്, കലകൾ എന്ന് പറഞ്ഞാൽ അത് ഗ്രൂപ്പ് ഓഫ് സെൽസാണ്. എങ്ങനെയുള്ള? സിമിലർ സെൽസ്, ഒരേ സവിശേഷതയുള്ള കോശങ്ങളുടെ കൂട്ടമാണെന്തോന്ന് നമുക്ക് ഈ കലകളെന്ന് പറയാം. ഇനി മറ്റൊരു പ്രത്യേകത, അത് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഒരേ തരത്തിലുള്ള കോശങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഉദാഹരണം പറഞ്ഞാൽ രക്തകോശങ്ങൾ എവിടെ നിന്നേ ഉണ്ടാവൂ? രക്തകലകൾ എവിടെ നിന്നേ ഉണ്ടാവും? രക്തകോശത്തിൽ നിന്നേ ഉണ്ടാവും. അല്ലെങ്കിൽ അസ്ഥികോശത്തിൽ നിന്ന് രക്തകലകൾ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഒരേ തരത്തിലുള്ള കോശങ്ങളിൽ നിന്നുണ്ടാകുന്നതും ഒരേ സ്വഭാവമുള്ളതും. ഇപ്പോൾ രക്തകോശങ്ങൾക്കെല്ലാം അതിൻ്റെ സ്വഭാവം മാത്രമാണല്ലോ. അപ്പോൾ രക്തകോശം എടുത്താൽ അതിന് അസ്ഥികോശത്തിൻ്റെ സ്വഭാവം കാണില്ല ഒരിക്കലും. അതിന് രക്തകോശത്തിൻ്റെ സ്വഭാവം മാത്രമേ കാണൂ. അതാണ് പറഞ്ഞത്, ഒരേ സ്വഭാവമുള്ളതും അല്ലെങ്കിൽ ഒരേ സവിശേഷതയുള്ളതും ഒരേ തരത്തിലുള്ള കോശങ്ങളിൽ നിന്നുണ്ടാകുന്നതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ കോശങ്ങളുടെ കൂട്ടം. അതാണെന്തോന്ന്? ടിഷ്യൂസ്. അതായത് ടിഷ്യൂസ് ആർ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് ദാറ്റ് ഹാവ് എ കോമൺ ഒറിജിൻ ആൻഡ് പെർഫോം സ്പെസിഫിക് ഫങ്ഷൻ എന്ന് നമുക്ക് പറയാം. അതായത് ഗ്രൂപ്പ് ഓഫ് സെൽസ്, ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ്, ഒരേ തരത്തിലുള്ള കോശങ്ങളുടെ കൂട്ടമാണ് ടിഷ്യൂസ്. അതായത് രക്തകോശങ്ങളെല്ലാം ചേർന്ന് രക്തകല, ബ്ലഡ് സെല്ലുകൾ ചേർന്ന് ബ്ലഡ് ടിഷ്യൂ ഉണ്ടാകുന്നു. അപ്പോൾ അതെല്ലാം അവിടെ ഉള്ള എല്ലാം എന്തായിരിക്കും? ഒരേ തരത്തിലുള്ള കോശമായിരിക്കില്ല, എല്ലാ രക്തകോശങ്ങളായിരിക്കില്ല, ബ്ലഡ് സെൽസ് ആയിരിക്കുമല്ലോ. ഇനി അതിനൊരു ഫംഗ്ഷൻ ഉണ്ട്. നമുക്കറിയാം ബ്ലഡിന് എന്താണ് ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പറയുന്ന എല്ലാ കലകൾക്കും, എല്ലാ ടിഷ്യൂസിനും പ്രത്യേകതരം ഫംഗ്ഷൻസ് ഉണ്ട്. ഇപ്പം നെർവ് ടിഷ്യൂ എടുത്താൽ അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? നെർവ് ടിഷ്യൂവിൻ്റെ ഫംഗ്ഷൻ മെയിനായിട്ട് എന്താണ്? അത് നമുക്ക് ബോഡിക്ക് ആകൃതി തരുന്നതോ അല്ലെങ്കിൽ ബോഡിയിൽ മൂവ്മെൻറ്റ് സഹായിക്കുന്നതോ അല്ല നെർവ് ടിഷ്യൂവിൻ്റെ ഫംഗ്ഷൻ. അത് നമ്മുടെ എൻ്റയർ ബോഡിയെ, നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുന്നതാണ് തലച്ചോറ് ഉൾപ്പെടുന്ന ഭാഗം. ഈ തലച്ചോറ് ഉൾപ്പെടുന്ന ഭാഗം എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? നെർവ് ടിഷ്യൂസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നെർവ് ടിഷ്യൂവിന് ഒരു പ്രത്യേക ഫംഗ്ഷൻ ഉണ്ട്, ബോഡിയിലെ കാര്യങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. ഇനി അടുത്തത് ബ്ലഡിന് ഫംഗ്ഷനുണ്ട്. ബ്ലഡ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ബോഡിയിൽ ഓക്സിജനെയും ന്യൂട്രിയൻസിനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അതായത് പോഷകഘടകങ്ങളെയും ഓക്സിജനെയും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്താൻ സഹായിക്കും നമ്മുടെ രക്തമാണെന്ന് നമുക്കറിയാം. അതുമാത്രമല്ല രോഗപ്രതിരോധ ശേഷി, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ രക്തമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഇനി അസ്ഥികോശങ്ങളും പേശീകോശങ്ങളും എടുത്താൽ അസ്ഥികോശങ്ങൾ എന്ത് ചെയ്യുന്നു? ശരീരത്തിനൊരു ആകൃതി നൽകുന്നു. പേശീകോശങ്ങളും ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ശരീരത്തിൻ്റെ ചലനത്തിനൊക്കെ സഹായിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ 4 ടൈപ്പിലുള്ള ടിഷ്യൂസിനും പ്രത്യേകതരം ഫങ്ഷൻസ് ഉണ്ട്. അതായത് പ്രത്യേകതരം ധർമ്മങ്ങൾ അതിന് നിർവഹിക്കാനുണ്ട്. നമ്മൾ ഈ പറഞ്ഞ 4 തരം ടിഷ്യൂസിനും. മനസ്സിലായല്ലോ? അതാണ് പറഞ്ഞത്. ടിഷ്യൂസ് ആവെ എന്ത് ചെയ്യുന്നു? അതിനൊരു ഫംഗ്ഷൻ ഉണ്ട്. ദേ ഹാവ് സ്പെസിഫിക് ഫംഗ്ഷൻ, ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടിഷ്യൂവിന് പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ്, ആദ്യം നമ്മൾ ടിഷ്യൂവിനെ പറ്റി പറഞ്ഞത് ഗ്രൂപ്പ് ഓഫ് സെൽസ് എന്ന് മാത്രമായിരുന്നു. എന്നാലും കുറച്ച് കൂടെ കാര്യങ്ങൾ കൂടിയുണ്ട്. എങ്ങനെയുള്ളതാണ് ടിഷ്യൂസ്? ദേ ആർ സിമിലർ സെൽസ്. ആ ടിഷ്യൂസിനകത്തുള്ള സെല്ലുകളെല്ലാം നമ്മൾ എടുത്താൽ അതെങ്ങനെയുള്ളതായിരിക്കും? സിമിലർ സെൽസ്, ഒരേ
തരത്തിലുള്ള കോശങ്ങളായിരിക്കും. എക്സാമ്പിൾ നമുക്ക് പറയാം, നമ്മൾ ബ്ലഡ് ടിഷ്യൂവിനെ നോക്കുകയാണ്. ബ്ലഡ് ടിഷ്യൂവിനെ നോക്കുമ്പോൾ അതിനകത്ത് ഇഷ്ടംപോലെ ബ്ലഡ് സെല്ലുകൾ കാണാൻ പറ്റും. എങ്ങനെയുള്ള എല്ലാം ബ്ലഡ് സെല്ലായിരിക്കും, ഒരേ തരത്തിലുള്ള സെല്ലുകൾ. ഇനി അതിനൊരു സ്പെസിഫിക് ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. എന്തായിരിക്കും? അതിന് പ്രത്യേക ധർമ്മം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു സൈഡിൽ ബ്ലഡ് ടിഷ്യൂ ഇരിക്കുന്നു, ബോൺ ടിഷ്യൂ ഇരിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന ടിഷ്യൂസിനെല്ലാം എന്തുകൊണ്ട്, നമ്മുടെ ശരീരത്തിനകത്തുള്ള ഓരോ ടിഷ്യൂസിനും പ്രത്യേകതരം ഫങ്ഷൻസ്, അതിന് സ്പെസിഫിക് ഫങ്ഷൻ, പ്രത്യേക ധർമ്മങ്ങൾ നിർവഹിക്കാൻ ഉണ്ടായിരിക്കും. ഇനി ഇത് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? സിമിലർ സെല്ലുകളിൽ നിന്ന് മാത്രമേ ഇതുണ്ടാവൂ. അതായത് ബ്ലഡ് ടിഷ്യൂ ഉണ്ടാവണമെങ്കിൽ അത് എവിടെ നിന്നാണ്? ബ്ലഡ് സെല്ലുകളിൽ നിന്നാണ് ബ്ലഡ് ടിഷ്യൂ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ 3 പോയിൻറ്റുകൾ ടിഷ്യൂസിൻ്റെ കലകളുടെ കാര്യത്തിൽ ഓർമ്മിച്ചിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഗ്രൂപ്പ് ഓഫ് സിമിലർ സെല്ല്, ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെല്ല്, ഒരേ തരത്തിലുള്ള കോശങ്ങൾ ചേർന്നതാണ് ടിഷ്യൂ. മറ്റ് പോയിൻറ്റുകൾ എന്തൊക്കെയാണ്? ദേ ഹാവ് എ കോമൺ ഒറിജിൻ. അപ്പോൾ എന്ത് ചെയ്യുന്നു? അവയ്ക്ക് ഒരു പൊതുവായ അല്ലെങ്കിൽ ഒരേ കോശങ്ങളിൽ നിന്നായിരിക്കും അത് ഉണ്ടാകുന്നത്, ഒരേ തരത്തിലുള്ള കോശത്തിൽ നിന്നായിരിക്കും അത് ഉണ്ടാകുന്നത്. അത് മാത്രമല്ല, ദേ ഹാവ് എ സ്പെസിഫിക് ഫങ്ഷൻ, അവയ്ക്ക് എന്തുണ്ട്? പ്രത്യേക ധർമ്മം ഉണ്ടായിരിക്കും. ഇതാണ് നമുക്ക് ടിഷ്യൂവിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ കോശങ്ങളും സെല്ലും ടിഷ്യൂവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ, സെല്ലെന്ന് പറഞ്ഞാൽ ഒരൊറ്റ എണ്ണമാണ് സെല്ല്, കോശം. ഇനി ഈ കോശങ്ങളെല്ലാം കൂടെ കൂടിച്ചേർന്നാൽ എന്താവും? ടിഷ്യൂ ആയി മാറും. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെല്ല്, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ ഉണ്ടായിരിക്കും, അതിനൊരു കോമൺ ഒറിജിൻ ഉണ്ടായിരിക്കും. ഇതാണ് ടിഷ്യൂവിൻ്റെ പോയിന്റ് നമ്മൾ ഓർമ്മിച്ചിരിക്കാനുള്ളത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് സെല്ലും ടിഷ്യൂവും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റിയാണ്. സെല്ല് ഒരെണ്ണം, സെല്ലുകൾ കൂടിച്ചേർന്നാൽ അതെന്തായി? ടിഷ്യൂ ആയി. ഇനി ടിഷ്യൂവിന് മറ്റ് പ്രത്യേകത, അത് ഒരേ തരത്തിലുള്ള കോശങ്ങളായിരിക്കും അതിനകത്തുള്ളത്. ഓക്കെ, അതിനൊരു പ്രത്യേക ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. അതുണ്ടാകുന്നത് എന്ത് ചെയ്യുന്നു? ഒരേ തരത്തിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ അതുണ്ടാവും. ഇനി നമ്മളിവിടെ പറഞ്ഞ 4 തരത്തിലുള്ള ടിഷ്യൂസിനെ പറ്റിയാണ്. നമ്മുടെ ബോഡിക്ക് അതിന് എബൌട്ട് 200 ടൈപ്സ് ഓഫ് ടിഷ്യൂസ് കാണുന്നുണ്ട്. ഏകദേശം 200 തരത്തിലുള്ള കോശജാലങ്ങൾ അല്ലെങ്കിൽ കലകൾ കാണുന്നുണ്ട്. ടിഷ്യൂവിൻ്റെ മലയാളത്തിൽ നമ്മൾ കലകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ കലകൾ എന്ന് പറഞ്ഞാൽ ഒരേ തരത്തിലുള്ള കോശങ്ങളായിരിക്കും, ഒരേ ധർമ്മമായിരിക്കും ആ കലകൾക്കുള്ളത്. എന്ന് പറഞ്ഞാൽ ബ്ലഡ് ടിഷ്യൂ ആണെങ്കിൽ പറഞ്ഞ പോഷകങ്ങളെ ഓക്സിജനെ കൊണ്ടുപോവുക, മസിൽ ടിഷ്യൂവിന്, അസ്ഥികോശത്തിന്, പേശികോശത്തിന് ഓരോ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ടിഷ്യൂസ് കലകൾ. അപ്പോൾ ഈ പറഞ്ഞ പോയിൻറ്റുകളെല്ലാം നല്ലവണ്ണം ഓർമ്മിച്ചിരിക്കുക. അത് 4 കലകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു: രക്തകല, അസ്ഥികല, പേശികല, നാഡീകല. ബ്ലഡ് ടിഷ്യൂ, അതുപോലെ മസിൽ ടിഷ്യൂ, നെർവ് ടിഷ്യൂ, പിന്നെയുള്ളത് ബ്ലഡ്, മസിൽ, ബോണ്, നെർവ് ടിഷ്യൂ. അപ്പോൾ ഈ 4 തരത്തിലുള്ള കലകളെ പറഞ്ഞ പോയിൻറ്റുകൾ നല്ലവണ്ണം ഓർമ്മിച്ചിരിക്കുക. നമുക്കടുത്ത് നോക്കാനുള്ളത്, നമ്മുടെ ശരീരം, നമ്മുടെ ഹ്യൂമൻ ബോഡി ഉണ്ടായിരിക്കുന്നത് ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ്, ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ് നമ്മൾ ഈ കാണുന്ന നമ്മുടെ ശരീരം എല്ലാം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ആ സെല്ലിൻ്റെ പേര് സൈഗോട്ട് എന്നാണ്. ആ സൈഗോട്ട് എന്ന ഒരൊറ്റ സെല്ലിൽ നിന്നാണ് നമ്മളിന്ന് കാണുന്ന നമ്മുടെ ഈ ശരീരം ഉണ്ടായിരിക്കുന്നത്. എങ്ങനെ സൈഗോട്ട് ഉണ്ടാകും എന്നുള്ളതെല്ലാം പഠിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ. സൈഗോട്ട് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും ശരീരത്തിൽ നിന്നുള്ള സെല്ലുകൾ, ഓരോ കോശങ്ങൾ ചേർന്ന്, അതിൽ നിന്നൊരു കോശങ്ങൾ ചേർന്ന്, അപ്പോൾ ഒരു കോശത്തിൻ്റെ പേര് ഓവം എന്നും മറ്റ് കോശത്തിൻ്റെ പേര് സ്പേം എന്നുമാണ്. പുംബീജവും അണ്ടവും, ഈ 2 കോശങ്ങൾ അമ്മയുടെ അച്ഛൻ്റെ ശരീരത്തിലുള്ള കോശങ്ങൾ ചേർന്ന് എന്ത് ചെയ്യുന്നു? ഒരൊറ്റ സെല്ലായി സൈഗോട്ടായി മാറുന്നു. ഈ സൈഗോട്ട് എന്ന ആ സൈഗോട്ട് എന്ന ഒരൊറ്റ സെല്ലിൽ നിന്നാണ് നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ത് ചെയ്തിരിക്കുന്നത്? ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാനുണ്ട്. ശ്രദ്ധിക്കുക, നമ്മളത് മനസ്സിലാക്കാനുള്ളത് ഒരൊറ്റ സെല്ല്. അപ്പോൾ ആ സെല്ലിന് പേര് സൈഗോട്ട്. അപ്പോൾ ആ സൈഗോട്ട് എന്ന സെല്ല് എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. സൈഗോട്ട് ഉണ്ടായിരിക്കുന്നത് നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും ശരീരത്തിൽ നിന്നുള്ള ഓരോ കോശങ്ങൾ ചേർന്നാണ് ഈ സൈഗോട്ട് ഉണ്ടായിരിക്കുന്നത്. അച്ഛൻ്റെ ശരീരത്തിൽ നിന്നുള്ള സ്പേം എന്ന സെല്ലും അമ്മയുടെ ബോഡിയിലുള്ള ഓവം എന്ന സെല്ലും കമ്പൈൻ ചേർന്ന് സൈഗോട്ട് എന്ന സെല്ലുണ്ടാകുന്നു. ഈ സൈഗോട്ട് എന്ന സെല്ലിന് എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂസ് ആയിട്ട് ഡിഫറൻസിയേഷൻ ഉണ്ടാകുന്നു. തുടർച്ചയായി ഈ സൈഗോട്ട് എന്ന സെല്ലുകൾ വിഭജിക്കുകയും മറ്റു പല തരത്തിലുള്ള കോശങ്ങളായി, പല ഷേപ്പിലും സ്ട്രക്ചറിലുമുള്ള കോശങ്ങളായി മാറുകയും ചെയ്യുന്നു. ഇതിന് വിളിക്കുന്ന പേരാണ് എംബ്രിയോ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. മലയാളത്തിൽ പറഞ്ഞാൽ ഭ്രൂണമെന്ന് പറയും. സൈഗോട്ടിനെ മലയാളം സിക്താണ്ഡം എന്നാണ്. അപ്പോൾ സിക്താണ്ഡം എങ്ങനെയാണ്? സിക്താണ്ഡം എന്ന ഒരൊറ്റ കോശം ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ്? അച്ഛൻ്റെ ശരീരത്തിൽ നിന്നുള്ള പുംബീജവും അമ്മയുടെ ശരീരത്തിൽ നിന്നുള്ള ഓവം, അതായത് അണ്ഡം എന്ന കോശവും ചേർന്നാണ് ഈ സിക്താണ്ഡം എന്ന പിന്നെ ഒരൊറ്റ കോശമായത് മാറുന്നത്. ഈ സിക്താണ്ഡം എന്ന ആ ഒരൊറ്റ കോശം തുടർച്ചയായി എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? അത് വിഭജിക്കുന്നു. കോശ വിഭജനം നടക്കുന്നു. തുടർച്ചയായി അതിനകത്ത് വിഭജനം നടന്ന്
ആ സിക്താണ്ഡം, അതായത് ആ സൈഗോട്ട് എന്ത് ചെയ്യുന്നു, ഒരുപാട് കോശങ്ങളുള്ള ഭ്രൂണമായി മാറുന്നു. ഈ ഭ്രൂണത്തിൻ്റെ പ്രത്യേകത അതിനകത്തുള്ള പല തരത്തിലുള്ള കോശങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കും. എവിടെ? ഭ്രൂണത്തിനകത്ത് ഉണ്ടായിരിക്കും. ഈ ഭ്രൂണമാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ആ ഭ്രൂണത്തിലുള്ള സെല്ലുകളാണ് വീണ്ടും എന്ത് ചെയ്യുന്നു, അതിന് കോശവൈവിധ്യവൽക്കരണം, സെൽ ഡിഫറൻസിയേഷൻ വീണ്ടും നടക്കുകയും ആ ഭ്രൂണത്തിൽ നിന്ന് നെർവ് സെല്ലും ബോൺ സെല്ല്, മസിൽ സെല്ല്, ബ്ലഡ് സെല്ല്, അങ്ങനെ പല തരത്തിലുള്ള സെല്ലുകളായി എന്ത് ചെയ്യുന്നു, അത് പിന്നീട് മാറുകയാണ് ചെയ്യുന്നത്. അതാണ് പിന്നീട് നമ്മുടെ ശരീരത്തിനകത്ത് അസ്ഥിയും രക്തവും അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനും പിന്നെ അതുപോലെ മസിലുകളും ഒക്കെ ആയിട്ട് മാറുന്നത് ഈ സെല്ലുകളാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബോഡി ഇന്ന് കാണുന്ന രൂപത്തിൽ ഈ മാറ്റം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കേണ്ട പോയിൻ്റ്, നമ്മുടെ ബോഡിക്ക് ഇന്ന് കാണുന്ന ഈ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ആ ഒരൊറ്റ സെല്ല്, അല്ലെങ്കിൽ നമ്മുടെ ശരീരം ഉണ്ടായിരിക്കുന്ന ഒരൊറ്റ സെല്ല്, ആ ഒരൊറ്റ സെല്ലിൽ പിന്നീട് ആ സെൽ എന്ത് ചെയ്യുന്നു, ആ സെൽ ഡിഫറൻസിയേഷൻ, അതിനകത്ത് സെൽ ഡിവിഷൻ ആ ഒരൊറ്റ സൈഗോട്ട് എന്ന ആ ഒരു സെല്ലിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് സെൽ ഡിവിഷൻ, കോശവിഭജനം നടക്കുകയും ആ സൈഗോട്ട് എന്ന ആ ഒരൊറ്റ സെല്ല് ഒരുപാട് കോശങ്ങൾ, ഒരുപാട് സെല്ലുകളുള്ള എംബ്രിയോ ആയി മാറുകയും ഭ്രൂണമായി മാറുകയും ചെയ്തു. അപ്പോൾ സിക്താണ്ഡം എന്ന ആ ഒരൊറ്റ കോശം, അതായത് സൈഗോട്ടിൻ്റെ മലയാളം സിക്താണ്ഡം, ആ കോശം എന്ത് ചെയ്യുന്നു, അതിനകത്ത് തുടർച്ചയായി കോശവിഭജനം നടന്ന് ആ സിക്താണ്ഡം എന്തായി മാറുന്നു, ഭ്രൂണമായി മാറുന്നു, ഫീറ്റസായി മാറുന്നു. അതിനെ ഫീറ്റൽ സെൽ എന്നാണ് പറയുന്നത്. ആ ഫീറ്റൽ സെല്ലിൻ്റെ പ്രത്യേകത, ആ ഫീറ്റൽ സെല്ലിനകത്ത് പല ടൈപ്പിലുള്ള എന്ത് ചെയ്യുന്നു കോശങ്ങൾ, പല സ്ട്രക്ചറിലും സൈസിലും ഒക്കെയുള്ള കോശങ്ങൾ ആ സൈഗോട്ടിനകത്തുണ്ടായിരിക്കും. ഇതിനകത്ത് വീണ്ടും എന്ത് ചെയ്യുന്നു, സെൽ ഡിഫറൻസിയേഷൻ, കോശവൈവിധ്യവൽക്കരണം ആ ഭ്രൂണത്തിനകത്ത് ആ ഫീറ്റൽ സെല്ലിനകത്ത് നടക്കുകയും കോശവൈവിധ്യവൽക്കരണം, സെൽ ഡിഫറൻസിയേഷൻ നടന്നതിൻ്റെ ഫലമായിട്ട് ആ ഭ്രൂണത്തിൽ നിന്നും നെർവ് സെല്ലുകൾ ഫോം ചെയ്യുന്നു, ബോൺ സെല്ല്, ബ്ലഡ് സെല്ല്, മസിൽ സെല്ലുകൾ, മറ്റ് ബോഡിയിലെ മറ്റ് പലതരത്തിലുള്ള സെല്ലുകൾ എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഫോം ചെയ്യുന്നു, രൂപപ്പെടുന്നു. ഇതാണ് പിന്നീട് എന്ത് ചെയ്യുന്നു, നമ്മുടെ മനുഷ്യരത്തിലെ പല ഭാഗങ്ങളായി മാറുന്നത്. അത് പുസ്തകത്തിനകത്ത് ഒരു ബോക്സിനകത്താക്കി കൊടുത്തിട്ടുണ്ട്. വളരെ വ്യക്തമായി ആ ചിത്രം നോക്കി എന്ത് ചെയ്യുക, പഠിക്കുക. ആദ്യം കൊടുത്തിരിക്കുന്നത് ഒരു സൈഗോട്ടിൻ്റെ പടമാണ്. അപ്പോൾ ആ സൈഗോട്ട് എന്നുള്ള ഒരൊറ്റ സെല്ലാണ്. അപ്പോൾ സൈഗോട്ട് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ, സിക്താണ്ഡം എന്ന് കേൾക്കുമ്പോൾ അതെങ്ങനെ ഒറിജിനേറ്റ് ചെയ്തു, അതെങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുണ്ടായിരിക്കുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും ശരീരത്തിൽ നിന്നുള്ള ഓരോ സെല്ലുകൾ ചേർന്ന് കമ്പൈൻ ചെയ്താണ് ആ സൈഗോട്ട്. ഈ സൈഗോട്ടാണ് എന്ത് ചെയ്യാൻ മാറാൻ പോകുന്നത്, ഒരു മനുഷ്യനായി മാറാൻ പോകുന്നത്. അതായത് അമ്മയുടെ ശരീരത്തിനകത്ത് ഇപ്പം നിലനിൽക്കുന്ന ഈ ഒരു സൈഗോട്ട്, അമ്മയുടെ വയറ്റിനുള്ളിൽ ഈ ഒരു സൈഗോട്ടാണ് ഒരു കുഞ്ഞായി എന്ത് ചെയ്യാൻ പോകുന്നത്, മാറാൻ പോകുന്നത്. അപ്പോൾ ഈ സൈഗോട്ടിനകത്ത് എന്ത് ചെയ്യുന്നു, തുടർച്ചയായി വിഭജനം നടക്കുന്നു, സെൽ ഡിവിഷൻ നടക്കുന്നു. ഈ തുടർച്ചയായി വിഭജനം ഈ ഒരു സെല്ലിനകത്ത് നടക്കുന്നതിൻ്റെ ഫലമായിട്ട്, സൈഗോട്ടിനകത്ത് സിക്താണ്ഡത്തിനകത്ത് നടക്കുന്നതിൻ്റെ ഫലമായിട്ട് അതെന്ത് ചെയ്യുന്നു, ധാരാളം കോശങ്ങളുള്ള എന്തായി മാറുന്നു, ഒരു ഫീറ്റൽ സെല്ലായി മാറുന്നു, ഒരു ഭ്രൂണകോശമായി എന്ത് ചെയ്യുന്നു, മാറുകയാണ് ചെയ്യുന്നത്. അതിനകത്താണ് പിന്നെ സെൽ ഡിഫറൻസിയേഷൻ, അത് ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, ആ ഒരു വാക്ക് ഓർമ്മിക്കുക, സെൽ ഡിഫറൻസിയേഷൻ. ഫീറ്റൽ സെല്ലിനകത്ത് സെൽ ഡിഫറൻസിയേഷൻ നടക്കുകയും ആ സെൽ ഡിഫറൻസിയേഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ഫീറ്റൽ സെല്ലിൽ നിന്നും നെർവ് സെല്ല്, മസിൽ സെല്ല്, ബോൺ സെല്ല്, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ബ്ലഡ് സെല്ലുകളായി എന്ത് ചെയ്യുന്നു, അത് മാറുകയും പിന്നീട് ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഒരു എന്ത് ചെയ്യുന്നു, മനുഷ്യനായി മാറുകയും ചെയ്യുകയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് മനസ്സിലാക്കുക. നമുക്ക് അടുത്ത് നോക്കാനുള്ളത് സ്റ്റെം സെല്ലുകളെക്കുറിച്ചാണ്, വിത്ത് കോശങ്ങളെക്കുറിച്ചാണ് നമുക്ക് അടുത്തതായി നോക്കാനുള്ളത്. അപ്പോൾ എന്താണ് വിത്ത് കോശങ്ങളെന്ന് ചോദിച്ചാൽ, ഈ കോശങ്ങൾക്ക്, ഈ സ്റ്റെം സെൽസിന് ഏത് കോശങ്ങളായി മാറാനുള്ള കഴിവുണ്ട്, ഏത് കോശമായി മാറാനും ഉള്ള കഴിവ് ഈ സ്റ്റെം സെൽസിന്, വിത്ത് കോശങ്ങൾക്ക് ഉണ്ട്. അതാണ് അവയുടെ പ്രത്യേകത. ഇപ്പം നമ്മൾ ഏതെങ്കിലും ടിഷ്യൂസിൽ ഏതെങ്കിലും ഒരു കലയിൽ ഒരു കോശം നശിച്ചു പോയാൽ അതെന്ത് ചെയ്യും, അവിടെ ഈ സ്റ്റെം സെൽസിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ആ കോശങ്ങളായി സ്റ്റെം സെൽസിൽ നിന്ന് ആ കോശങ്ങളുണ്ടാകുന്നു, വിത്ത് കോശങ്ങളിൽ നിന്ന് പുതിയ ഉണ്ടാകുന്നതാണ് സ്റ്റെം സെൽസിൻ്റെ പ്രത്യേകത. അപ്പോൾ സ്റ്റെം സെൽസ് എന്താണ് എന്ന് ചോദിച്ചു, സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞാൽ ഏത് കോശമായും മാറാൻ കഴിവുള്ള കോശങ്ങളാണ് വിത്ത് കോശങ്ങൾ അല്ലെങ്കിൽ സ്റ്റെം സെല്ല്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇത് വിവിധ അസുഖങ്ങൾക്ക്, പലതരത്തിലുള്ള അസുഖങ്ങളുള്ളവർക്ക് ഈ സ്റ്റെം സെൽസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വളരെയധികം ഉപയോഗപ്രദമാണ്. അപ്പോൾ ഈ സ്റ്റെം സെല്ലുകൾ എവിടെയാണ് പ്രധാനമായും കാണുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ സ്കിന്നിലുണ്ട്, ബോൺ മാരോ, അസ്ഥി മജ്ജയിൽ കാണുന്നുണ്ട്. സ്കിന്ന്, ബോൺ മാരോ, അതുപോലെ തന്നെ നമ്മുടെ അന്നപദം, ഡൈജസ്റ്റീവ് ട്രാക്റ്റ്, ആഹാരം കടന്നുന്ന അന്നപദം, ഈ ഭാഗങ്ങളിൽ നമ്മൾ ഈ സ്റ്റെം സെല്ലുകൾ ധാരാളമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റെം സെൽസിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ, അവ എന്ത് ചെയ്യുന്നു, ഏത് കോശമായി മാറാനും ഉള്ള കഴിവുള്ള കോശങ്ങളാണ് എന്തോന്ന്, സ്റ്റെം സെല്ലുകൾ. ഈ സ്റ്റെം സെല്ലുകൾ പ്രധാനമായിട്ടും സ്റ്റെം സെല്ലുകൾ ഉള്ളത് നമ്മുടെ ബോൺ മാരോയിലും അതുപോലെ തന്നെ
ബോൺ മാരോ എന്ന് പറഞ്ഞാൽ നമ്മുടെ അസ്ഥി, മജ്ജ, അതുപോലെ സ്കിന്ന്, ഈ ഭാഗങ്ങളെല്ലാം പ്രധാനമായിട്ടും നമ്മുടെ സ്റ്റെം സെല്ലുകൾ കാണുന്നുണ്ട്. അത് ആ ഒരു പോയിൻ്റ്, അത് നമ്മൾ ആ ഒരു ബോക്സിനകത്ത് സ്റ്റെം സെല്ലുകളെ കുറിച്ച് പ്രധാനമായിട്ടും എഴുതിയിട്ടുണ്ട്. സ്റ്റെം സെൽസ് ആർ സ്പെസിഫൈഡ് സെൽ ദാറ്റ് ക്യാൻ ട്രാൻസ്ഫോം ഇൻ ടു എനി കൈൻഡ് ഓഫ് സെൽസ്. ഒരു പ്രത്യേക തരത്തിലുള്ള കോശങ്ങളാണ് സ്റ്റെം സെൽസ്. ഇതിന് ഏത് തരം കോശമായി മാറാനുള്ള കഴിവ് അവയ്ക്ക് ഉണ്ട്. ഇനി ഇതെങ്ങനെയാണ് സ്റ്റെം സെൽസ് അണ്ടർഗോ കോൺസ്റ്റൻറ്റ് ഡിഫറൻസിയേഷൻ. നമ്മൾ ഡിഫറൻസിയേഷനെ കുറിച്ച് നേരത്തെ പറഞ്ഞാണ്. വൈവിധ്യവൽക്കരണം. ഈ സ്റ്റെം സെല്ലുകളിൽ എന്ത് ചെയ്യുന്നു, അവയിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുകയും കോശ വൈവിധ്യവൽക്കരണം, സെൽ ഡിഫറൻസിയേഷൻ നടക്കുകയും അതെന്ത് ചെയ്യുന്നു, മറ്റ് സെല്ലുകളായി മാറാം. ആ ഒരു സ്റ്റെം സെല്ല് മറ്റ് ഏത് സെല്ലായിട്ട് വേണം മാറാനുള്ള കഴിവ് ആ സ്റ്റെം സെല്ലുകൾക്കുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ സ്റ്റെം സെല്ലുകൾക്ക് എന്ത് ചെയ്യാം, ബ്ലഡ് സെല്ലുകളായി മാറാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഏത് സെല്ലായിട്ട് മാറാനുള്ള കഴിവുകൾ ഈ സ്റ്റെം സെല്ലുകൾക്ക് ഉണ്ടായിരിക്കാം. നമ്മുടെ ഏതെങ്കിലും ഒരു ടിഷ്യൂവിലെ സെല്ല് നശിച്ചു പോയാൽ ആ ടിഷ്യൂവിലെ സെല്ലുകൾക്ക് പകരം എന്ത് ചെയ്യും, നശിച്ച സെല്ലിന് പകരം സ്റ്റെം സെല്ലുകൾ എന്ത് ചെയ്യും, ആ സെല്ലുകളായി എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും എന്നുള്ള കാര്യം, മാറും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതും നമ്മുടെ ആ ടെസ്റ്റിൽ ആ ബോക്സിനകത്ത് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റെം സെൽ can either get transformed into other cell through division or exist as such എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെം സെല്ലുകൾക്ക് എന്ത് ചെയ്യുന്നു, സ്റ്റെം സെല്ലുകൾക്ക് മറ്റു കോശങ്ങളായി മാറാനോ അല്ലെങ്കിൽ തന്നെ സ്റ്റെം സെല്ലുകളായി തുടരാനോ ഉള്ള കഴിവ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ സ്റ്റെം സെൽസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്റ്റെം സെൽസിന് മറ്റു കോശമായി മാറാനോ അല്ലെങ്കിൽ ആ കോശമായി തന്നെ തുടരാനോ ഉള്ള കഴിവ് സ്റ്റെം സെൽസിന് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ സ്റ്റെം സെല്ലുകൾ പലതരത്തിലുള്ള രോഗങ്ങളുടെ ചികിത്സയ്ക്ക് സ്റ്റെം സെല്ലുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, സ്റ്റെം സെല്ലിൽ മെയിനായിട്ട് നമ്മൾ ഇതിൽ നമ്മുടെ പാർക്കിൻസൺ എന്ന രോഗം, അതുപോലെ ബ്ലഡ് ക്യാൻസർ, ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡയബറ്റീസ്, ബ്ലഡ് ക്യാൻസർ, പാർക്കിൻസൺ രോഗങ്ങൾക്കെല്ലാം ഈ സ്റ്റെം സെൽസുകൾ ഉപയോഗിക്കുന്നുണ്ട്. കാര്യം ഈ പാർക്കിൻസൺ രോഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലുള്ള സെല്ലുകളുടെയൊക്കെ ഡിസ്ട്രക്ഷൻ, അവിടെ എന്ത് ചെയ്യുന്നു, അവിടെയുള്ള സെല്ല്, ബ്രെയിനിലുള്ള തലച്ചോറിലുള്ള പ്രത്യേകതരം കോശങ്ങൾ നശിച്ചു പോകുമ്പോൾ ഈ ഓർമ്മക്കുറവ് അങ്ങനെയുള്ള പ്രത്യേകതരം മസിലുകൾക്കുണ്ടാകുന്ന പ്രശ്നം, ഇതൊക്കെ പാർക്കിൻസൻ്റെ പ്രത്യേകതകളാണ്. അപ്പോൾ അതിനൊക്കെ പകരം നമുക്ക് എന്ത് ചെയ്യാം, അവിടെയുള്ള സെല്ലുകൾക്ക് പകരം സ്റ്റെം സെല്ലുകൾ എന്ത് ചെയ്യാൻ കൊണ്ടുവന്ന് ആ സെല്ലുകളാക്കി മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും. അപ്പോൾ സ്റ്റെം സെൽസിൻ്റെ പ്രത്യേകതയാണ് സ്റ്റെം സെല്ലിന് മറ്റ് സെല്ലുകളായി മാറാനുള്ള, മറ്റു കോശങ്ങളായി മാറാനുള്ള പ്രത്യേകത സ്റ്റെം സെല്ലുകൾക്ക് ഉണ്ട്. അപ്പോൾ വിത്ത് കോശങ്ങൾക്ക് മറ്റു കോശങ്ങളായി മാറാനുള്ള കഴിവുണ്ട് എന്നുള്ള പോയിൻ്റ് മനസ്സിലാക്കുക. ഇനി നമ്മളിപ്പോൾ പഠിച്ച എപ്പിത്തൽ ടിഷ്യൂവിനെ കുറിച്ചും അതുപോലെ നെർവസ് ടിഷ്യൂവിനെ കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് മസ്കുലാർ ടിഷ്യൂവിനെ കുറിച്ചാണ്. മസ്കുലാർ ടിഷ്യൂസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, പേര് പോലെ തന്നെ നമ്മൾ നേരത്തെ ഈ മസ്കുലാർ ടിഷ്യൂവിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞതാണ്, എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. മസ്കുലാർ ടിഷ്യൂ മെയിനായിട്ട് അവിടെയുള്ള നമ്മുടെ ബോഡിക്കൊരു ഷേപ്പ് കൊടുക്കുന്നത് ഈ മസിലാണെന്ന് പറയാം. മസിൽസ് മാത്രമല്ല, നമ്മളെ ബോൺസും ചേർന്നാണ് ഷേപ്പ് കൊടുക്കുന്നത്. മെയിനായിട്ടുള്ള പോയിൻറ്റ് നമ്മൾ ബോഡി മൂവ്മെൻറ്റിന് സഹായിക്കും എന്നുള്ളതാണ് മസ്കുലാർ ടിഷ്യൂവിൻ്റെ ഒരു പ്രത്യേകത. കാര്യം നമ്മളിപ്പോൾ കൈ മടക്കുന്നു, നമ്മൾ കാല് മടക്കുന്നു, നമ്മൾ ഓടുന്നു, ചാടുന്നു, ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നതിൻ്റെ കാരണം അത് അസ്ഥികൾ മാത്രം, ബോൺസ് മാത്രം ചെയ്യുന്ന പ്രവർത്തനമല്ല, ബോൺസുമായിട്ട് ചേർന്ന് മസിലൂടെ ചെയ്യുന്നൊരു പ്രവർത്തനം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്ന മൂവ്മെൻറ്റിന് നമുക്ക് സഹായിക്കുന്നത്. അപ്പോൾ കൈ മടക്കണമെങ്കിൽ അവിടെയുള്ള മസിലുകൾ എന്ത് ചെയ്യണം, ചുരുങ്ങണം. അവിടെയുള്ള മസിലുകൾ നമ്മുടെ കയ്യിലെ ഭാഗത്തുള്ള മസിൽസ് കോൺട്രാക്ട് ചെയ്യാൻ, ചുരുങ്ങിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആ കൈ മടക്കാൻ പറ്റുകയുള്ളൂ. ഇനി ആ കൈ നിവർത്തണമെങ്കിൽ എന്ത് ചെയ്യണം, അവിടെയുള്ള മസിലുകൾ എന്ത് ചെയ്യണം, വീണ്ടും റീഗെയിൻ ചെയ്യണം, പഴയ രൂപത്തിലാകണം, എന്നാലേ നമുക്ക് നിവർത്താൻ പറ്റൂ. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ ബോഡിയിലെ മൂവ്മെൻറ്റിന് സഹായിക്കുക എന്നുള്ളതാണ് മസ്കുലാർ ടിഷ്യൂവിൻ്റെ പ്രധാനപ്പെട്ടൊരു ഫങ്ഷൻ. നമ്മുടെ ശരീരത്തിൻ്റെ ഏകദേശം എല്ലാ ഭാഗത്തും എന്തുണ്ട്, മസിലുകളുണ്ട്. പക്ഷേ നമ്മുടെ ലങ്സിൽ മസിൽസ് ഇല്ല. ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള മസിലുകൾ എന്ന് പറയുന്നത് നാവിലുള്ള മസിൽ വളരെ സ്ട്രോങ് ആണ്. അതുപോലെ ഈ സ്ത്രീകളിൽ ഗർഭപാത്രത്തിലുള്ള മസിലുകളും വളരെ സ്ട്രോങ് ആണ്. ശരീരത്തിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മസിൽ എവിടെയാണ് കാണുന്നത് എന്ന് ചോദിച്ചാൽ അത് ഗർഭപാത്രത്തിലാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മസിലുകൾ കാണുന്നത്. എബൌട്ട് 639 തരത്തിലുള്ള മസിലുകൾ നമ്മുടെ ശരീരത്തിനകത്തുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ തന്നെ ഏറ്റവും വലിയ മസിലുകൾ കാണുന്നത് നമ്മുടെ കാലുകളിലാണ് ഏറ്റവും വലിയ മസിലുകൾ കാണുന്നത്. ഏറ്റവും ചെറിയ തരത്തിലുള്ള മസിലുകളാണ് നമ്മുടെ ചെവിക്കുള്ളിലാണ് മസിലുകൾ കാണുന്നത്. അപ്പോൾ നമ്മൾ മസ്കുലാർ ടിഷ്യൂസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മസ്കുലാർ ടിഷ്യൂസിൻ്റെ പ്രത്യേകത, മസിൽ സെല്ലുകൾ ചേർന്നാണ് മസ്കുലാർ ടിഷ്യൂ കമ്പൈൻ ചെയ്തിരിക്കുന്നത്, ഉണ്ടായിരിക്കുന്നത്. അപ്പം മസിൽസ് കമ്പൈൻ ചെയ്ത് മസ്കുലാർ ടിഷ്യൂ ഫോം ചെയ്തിരിക്കുന്നു എന്നുള്ള പോയിൻ്റ് ഓർമ്മിക്കുക. പ്രധാനമായിട്ടും ഇതിൻ്റെ ഫംഗ്ഷൻ മൂവ്മെൻറ്റ് ഓഫ് ദ ബോഡിയിലെ മൂവ്മെൻറ്റ് സഹായിക്കുക, ശരീരത്തിൻ്റെ
ചലനത്തിന് സഹായിക്കുക എന്നുള്ളതാണ് മസ്കുലാർ ടിഷ്യൂവിൻ്റെ ഫങ്ഷൻ. മനസ്സിലാക്കുക. ഇനി ഇവിടുത്തെ ഈ പ്രത്യേകത, ഈ മസ്കുലാർ ടിഷ്യൂവിലുള്ള സെല്ലുകളുടെ പ്രത്യേകത, അതിനെന്ത് ചെയ്യാൻ കഴിയും? അവയ്ക്ക് ചുരുങ്ങാൻ അല്ലെങ്കിൽ എന്ത് ചെയ്യും, പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുണ്ട്. അപ്പോൾ കൺസിസ്റ്റ് ഓഫ് സെൽസ് ദാറ്റ് ക്യാൻ കോൺട്രാക്റ്റ് ആൻഡ് സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനുമുള്ള കഴിവുള്ളവയാണ് എന്തോന്ന് ഇവിടെയുള്ള മസിൽസ് ടിഷ്യൂവിലുള്ള കോശങ്ങളുടെ പ്രത്യേകത. അപ്പോൾ എന്താണ് മസിൽ ടിഷ്യൂസിലുള്ള കോശങ്ങളുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, കൺസിസ്റ്റ് ഓഫ് സെൽസ് ദാറ്റ് ക്യാൻ കോൺട്രാക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സങ്കോചിക്കുക, ആൻഡ് റീഗെയിൻ ദ ഒറിജിനൽ സ്റ്റേജ്, റീഗെയിൻ ചെയ്യുക, പൂർവ്വസ്ഥിതി പ്രാപിക്കുക, പഴയതുപോലെ ആകുക. കൈ മടക്കുന്ന സമയത്ത് അവിടെയുള്ള സെല്ലുകളുടെ പ്രത്യേകത, കൈ മടക്കുമ്പോൾ അവിടെയുള്ള സെല്ലുകൾ എന്ത് ചെയ്യുന്നു? കോൺട്രാക്റ്റ് ചെയ്യുന്നു, ചുരുങ്ങുന്നു. ഓക്കെ. ഇനി അത് കൈ നിവർത്തണമെങ്കിൽ അത് എന്ത് ചെയ്യണം? അവിടെയുള്ള സെല്ലുകൾ റീഗെയിൻ ചെയ്യണം. റീഗെയിൻ ദ ഒറിജിനൽ സ്റ്റേറ്റ്, പഴയ രൂപത്തിലായാൽ മാത്രമേ നമുക്ക് കൈ നിവർത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ അവിടെയുള്ള പോയിന്റുകൾ മനസ്സിലാക്കുക. നമ്മൾ പഠിച്ച മൂന്നാമത്തെ ടിഷ്യൂവിൻ്റെ പേര് മസ്കുലാർ ടിഷ്യൂ. മസ്കുലാർ ടിഷ്യൂ എന്ത് ചെയ്യുന്നു? മസ്കുലാർ ടിഷ്യൂ ചെയ്യുന്നത് മൂവ്മെൻറ്റിന് സഹായിക്കുക, നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നു? മൂവ്മെൻറ്റ്, ശരീരത്തിൻ്റെ ചലനത്തിന് സഹായിക്കുക. ഇനി എന്താണ് അവിടെ മസ്കുലാർ ടിഷ്യൂസിലുള്ള സെല്ലുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അതെന്ത് ചെയ്യുന്നു? അത് കോൺട്രാക്റ്റ് ചെയ്യാനും സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ളവയാണ് മസ്കുലാർ ടിഷ്യൂസിലെ സെല്ലുകൾ. അപ്പോൾ 3 ടൈപ്പുള്ള സെല്ലായി. എപ്പിത്തീലിയൽ സെല്ലല്ല ടിഷ്യൂ, 3 ടൈപ്പുള്ള ടിഷ്യൂസായി. എപ്പിത്തീലിയൽ ടിഷ്യൂ, അതുപോലെ തന്നെ മസ്കുലാർ ടിഷ്യൂ, പിന്നെ ഉള്ളത് നമ്മൾ രണ്ടാമത് പഠിച്ച നെർവസ് ടിഷ്യൂ. അപ്പോൾ മസ്കുലാർ ടിഷ്യൂ, നെർവസ് ടിഷ്യൂ, എപ്പിത്തീലിയൽ ടിഷ്യൂ, ഈ 3 ടൈപ്പിലുള്ള ടിഷ്യൂസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് നമ്മുടെ ബോഡിയിൽ തന്നെ ഏറ്റവും വലിയ ടിഷ്യൂസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും എണ്ണത്തിൽ കൂടുതൽ കാണുന്ന ടിഷ്യൂസിനെ കുറിച്ചാണ് നമുക്ക് നോക്കാനുള്ളത്. കണക്റ്റീവ് ടിഷ്യൂ. നമുക്ക് കണക്റ്റീവ് ടിഷ്യൂവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മൾ കുറേ ടിഷ്യൂസിൻ്റെ കാര്യം പറഞ്ഞു. ബ്ലഡ് ടിഷ്യൂ, അതുപോലെ തന്നെ ബോൺ ടിഷ്യൂ. പക്ഷേ ആ ബോൺ ടിഷ്യൂവിനെ ബ്ലഡ് ടിഷ്യൂവിനെ കുറിച്ച് നമ്മളിതിലൊന്നും പറഞ്ഞില്ല. അതെല്ലാം ഏതിലാണ് വരുന്നത്? കണക്റ്റീവ് ടിഷ്യൂ എന്ന വിഭാഗത്തിലാണ് ഈ ബ്ലഡ് ടിഷ്യൂസും ബോൺ ടിഷ്യൂസ് എല്ലാം വരുന്നത്. അതിനെക്കുറിച്ചാണ് നമുക്ക് അടുത്തത് നോക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട ടിഷ്യൂസ് ഒന്നുകൂടെ നമുക്ക് നോക്കാം. ആദ്യം എപ്പിത്തീലിയൽ ടിഷ്യൂ, അതായത് ആവരണ കല, പേര് പോലെ തന്നെ എന്ത് ചെയ്യുന്നു? ശരീരത്തിനെ ആവരണം ചെയ്യുന്നു. അതായത് ശരീരത്തെ എന്ത് ചെയ്യുന്നു? പൊതിഞ്ഞ് കവർ ആൻഡ് പ്രൊട്ടക്ട് ദ ബോഡി, ശരീരത്തെ എന്ത് ചെയ്യുന്നു? ആവരണം ചെയ്ത് സംരക്ഷിക്കുന്നു. മെയിനായിട്ട് എന്ത് ചെയ്യുന്നു? പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നു? നമ്മുടെ അന്നപഥത്തിൻ്റെ ഉൾഭിത്തി ആവരണം ചെയ്യുന്നു. ലൈൻ ദ ഇന്നർ വാൾ ഓഫ് ഡൈജസ്റ്റീവ് ട്രാക്റ്റ്. അത് നമുക്കറിയാം. ഡൈജസ്റ്റീവ് ട്രാക്റ്റിൻ്റെ ഉൾഭിത്തിയിൽ ഇത് കാണുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇത് ആവരണം ചെയ്യുന്നു. ഡൈജസ്റ്റീവ് ട്രാക്റ്റിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്താണ് എന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിനകത്ത് ആമാശയത്തിലേക്ക് എത്തുമ്പോൾ ശരീരത്തിൽ പല തരത്തിലുള്ള എൻസൈമുകൾ, രാസാഗ്നികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പലതരത്തിലുള്ള രാസാഗ്നികൾ, എൻസൈമുകൾ. അതുപോലെ നമ്മുടെ ആമാശയത്തിനകത്ത് ദഹനത്തിനെ സഹായിക്കുന്ന, ഡൈജഷനെ സഹായിക്കുന്ന, സ്റ്റൊമക്കിനുള്ളിൽ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതുപോലെ തന്നെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്ന, ദഹനത്തിന് സഹായിക്കുന്ന പലതരം എൻസൈമുകളെല്ലാം നമ്മുടെ ബോഡിക്കകത്ത്, നമ്മുടെ സ്റ്റൊമക്കിനകത്ത് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ട്രാക്റ്റിനകത്ത്, ആഹാരം കടന്നു പോകുന്ന അന്നപഥത്തിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൽപ്പാദനം എല്ലാം ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്താണ് എന്ന് വെച്ചാൽ, നമ്മുടെ അന്നപഥത്തിൻ്റെ ഉൾഭാഗം എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്ത് ആൻഡ് സോഫ്റ്റാണ്. വളരെ എന്ത് ചെയ്യുന്നു? സ്മൂത്തായിട്ടുള്ളൊരു ഭാഗമാണ് നമ്മുടെ ഈ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൻ്റെ ഇന്നർ പോർഷൻ, അതായത് ഉൾഭിത്തി. അപ്പോൾ ഈ പറയുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡും അതുപോലെ തന്നെ ഈ പറയുന്ന രാസാഗ്നികളൊക്കെ എന്താണ്? ഒരല്പം വീര്യമുള്ളതാണ്. നമ്മുടെ സാധാരണ ഹൈഡ്രോക്ലോറിക് ആസിഡിന് അത്രയും വീര്യമില്ല ഈ ആമാശയത്തിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ്. എന്നാലും എന്ത് ചെയ്യാം? അവിടെയുള്ള കോശങ്ങളെ എന്ത് ചെയ്യാം? അവിടെയുള്ള കോശങ്ങളെ നശിപ്പിക്കാൻ കഴിവുള്ളതാണ്. പക്ഷേ എന്ത് ചെയ്യില്ല? അങ്ങനെ എന്ത് ചെയ്യും? നാശമൊന്നും ഉണ്ടാകില്ല. കാരണം അതിൻ്റെ ഉൾഭാഗത്തെ എന്ത് ചെയ്യുന്നുണ്ട്? എപ്പിത്തീലിയൽ ടിഷ്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യില്ല? ആ ഭാഗങ്ങളിൽ മറ്റ് പ്രശ്നങ്ങളുണ്ട്. അത് മാത്രമല്ല, അതുപോലെ മ്യൂക്കസ് പോലുള്ള നമ്മുടെ ശ്ലേഷ്മം, വഴുവഴുപ്പുള്ള സ്ലൈമി നേച്ചറുള്ള വഴുവഴുപ്പുള്ള ശ്ലേഷ്മം, മ്യൂക്കസ്, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ആ ഭാഗത്തെ എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ആ ഒരു പോയിന്റ് മനസ്സിലാക്കുക, എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ പോയിന്റിൽ. ഇനി അതിനുശേഷം പറഞ്ഞാണ് നെർവസ് ടിഷ്യൂ. നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നു? മറ്റു ബോഡിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആരാണ്? ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് നെർവസ് ടിഷ്യൂ ആണ്, നാഡീകലയാണ്. ശരീരത്തിനകത്തും പുറത്ത് നടക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ശരീരത്തെ പ്രവർത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന നാഡീകല, നെർവസ് ടിഷ്യൂ ആണ്. പിന്നെയാണ് നമ്മൾ മസ്കുലാർ ടിഷ്യൂവിനെ കുറിച്ച് പഠിച്ചത്. നാലാമത് നമ്മൾ പഠിക്കാൻ പോകുന്ന ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന കണക്റ്റീവ് ടിഷ്യൂസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി
ഈ കണക്റ്റീവ് ടിഷ്യൂസിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ആൾക്കാരാണ് നമ്മൾ പറഞ്ഞ ബോൺസ്. ബോൺ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്? കണക്റ്റീവ് ടിഷ്യൂവിനകത്ത് വരുന്നതാണ് കാർട്ടിലേജ്, ബോണ്, അതുപോലെ തന്നെ കാർട്ടിലേജ്, പിന്നെ ഉള്ളത് ഫൈബ്രസ് ടിഷ്യൂ, ബ്ലഡ്. ഈ 4 തരത്തിലുള്ള കലകളാണ് നമ്മൾ ഈ കണക്റ്റീവ് ടിഷ്യൂവിനകത്ത് വരുന്നത്. അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമുക്കിനി പറയാനുള്ളത്. കണക്റ്റീവ് ടിഷ്യൂ, അതായത് മലയാളത്തിൽ യോജക കല എന്ന് പറയും. അപ്പോൾ 4ാമത്തെ ടൈപ്പ് കലകളുടെ പേരാണ് യോജക കല, കണക്റ്റീവ് ടിഷ്യൂ. അപ്പോൾ അവ എന്ത് ചെയ്യുന്നു? ഇത് ചെയ്യുന്നത് എയ്തർ കണക്ട് ഡിഫറെൻറ്റ് ടിഷ്യൂ ഓർ ആക്ട് ആസ് എ സപ്പോർട്ട് ടു ദം. എന്ത് ചെയ്യുന്നു? ഒന്നുകിൽ മറ്റ് ടിഷ്യൂസിനെ തമ്മിൽ എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുന്നു. മറ്റ് ടിഷ്യൂസിനെ തമ്മിൽ, പേര് പോലെ തന്നെ എന്ത് ചെയ്യുക? മറ്റ് ടിഷ്യൂസിനെ തമ്മിൽ എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക, യോജിപ്പിക്കുക എന്നുള്ളതാണ് കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ, ധർമ്മം. അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂവിൽ ആരൊക്കെ വരും? അസ്ഥികൾ വരും, കാർട്ടിലേജ് വരും, ഫൈബ്രസ് ടിഷ്യൂ വരും, പിന്നെ ഉള്ളത് ബ്ലഡ്. അപ്പോൾ രക്തം വരും, പിന്നെ നാരുകല വരും, പിന്നെ ഉള്ളത് കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ തരുണാസ്ഥി എന്നാണ് അർത്ഥം, പിന്നെ ബോൺ, അസ്ഥി. അപ്പോൾ അസ്ഥി, തരുണാസ്ഥി, പിന്നെയുള്ളത് ഫൈബ്രസ് ടിഷ്യൂ, നാരുകല, പിന്നെയുള്ളത് രക്തം. ഇവയെല്ലാം ഏതിലാണ് വരുന്നത്? ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കണക്റ്റീവ് ടിഷ്യൂസിലാണ് വരുന്നത്. അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, അപ്പം എന്ത് ചെയ്യുന്നു? മറ്റ് ടിഷ്യൂസിനെ പരസ്പരം എന്ത് ചെയ്യുന്നു? കണക്റ്റ് ചെയ്യുന്നു, ബന്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകൾ ഓർമ്മിക്കുക. അപ്പോൾ യോജക കലകളിൽ വരുന്ന പ്രധാനപ്പെട്ട കലകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, യോജക കലകളിൽ വരുന്ന പ്രധാനപ്പെട്ട കലകൾ, അതായത് കണക്റ്റീവ് ടിഷ്യൂവിൽ വരുന്ന പ്രധാനപ്പെട്ട ടിഷ്യൂസ് ബോൺ, അസ്ഥി വരുന്നുണ്ട്, ബ്ലഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബ്ലഡ്, രക്തം, പിന്നെയുള്ള ഫൈബ്രസ് ടിഷ്യൂ, നാരുകലകൾ വരുന്നുണ്ട്, പിന്നെയുള്ളത് കാർട്ടിലേജ്, തരുണാസ്ഥി. ഇത് 4ഉമാണ്. ഇത് പ്രധാനപ്പെട്ട ഈ 4 തരത്തിലുള്ള കലകളും ഈ കണക്റ്റീവ് ടിഷ്യൂവിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന ടിഷ്യൂസ് ഏതെന്ന് പറയാം? കണക്റ്റീവ് ടിഷ്യൂസ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂ എന്താണ് ചെയ്യുന്നത്? മറ്റ് ടിഷ്യൂസിനെ തമ്മിൽ എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക, അതുപോലെ തന്നെ ഒരു സപ്പോർട്ട് കൊടുക്കുക, ഒരു താങ്ങ് കൊടുക്കുക. ഇതൊക്കെയാണ് കണക്റ്റീവ് ടിഷ്യൂസിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. അതിൽ ഓരോന്നായി നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ ബോൺ എടുത്താൽ നമുക്കറിയാം, ബോൺ, അതുപോലെ കാർട്ടിലേജ്. ബോൺ എന്ന് പറഞ്ഞാൽ അസ്ഥി. കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ അസ്ഥികൾ പോലെ തന്നെയാണ്, വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ചെവിയിലുള്ള അസ്ഥികൾ, ചെവിയിൽ അസ്ഥിയുണ്ട്, ചെവിയിലുള്ള അസ്ഥി കാർട്ടിലേജാണ്. ആ അസ്ഥിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കാനും ഒടിക്കാനൊക്കെ പറ്റും. പക്ഷേ അസ്ഥിക്കൊന്നും സംഭവിക്കില്ല. അതുപോലെയാണോ നമ്മുടെ കയ്യിലുള്ള അസ്ഥികൾ? കയ്യിലുള്ള അസ്ഥികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. കയ്യിലുള്ള അസ്ഥികൾ വളരെ ഹാർഡാണ്. ഇപ്പോൾ കൈയെടുത്ത് നമുക്ക് കൈയുടെ ജോയിൻറ്റ് നമുക്ക് ഇങ്ങനെ, അതായത് കൈയുടെ ആ ഒരു ജോയിൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം? അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാനും ഒക്കെ പറ്റും. പക്ഷേ അസ്ഥികളെ ഒരിക്കലും നമുക്ക് വളയ്ക്കാൻ പറ്റില്ല, അത് ഹാർഡാണ്. പക്ഷേ കാർട്ടിലേജ്, തരുണാസ്ഥി അങ്ങനെയല്ല. ചെവിയിലൊക്കെ കാണുന്ന അസ്ഥികൾ അങ്ങനെയല്ല, അത് സോഫ്റ്റാണ്. അപ്പം നമ്മുടെ ചെവിയിലൊക്കെ കാണുന്ന എന്ത് ചെയ്യുന്നു? വളരെ സോഫ്റ്റായിട്ടുള്ള, ഫ്ലെക്സിബിളായിട്ടുള്ള അസ്ഥികളാണ് എന്തോന്ന്? തരുണാസ്ഥി അല്ലെങ്കിൽ കാർട്ടിലേജ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ബോണും കാർട്ടിലേജ്, ബോൺസ് അതുപോലെ തന്നെ കാർട്ടിലേജ്, ഇവയൊക്കെ എന്ത് ചെയ്യുന്നു? നമുക്ക് പ്രൊട്ടക്ഷനാണ് സഹായിക്കുന്നത്. നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്നവയാണ് ബോണും കാർട്ടിലേജും എല്ലാം. അതുപോലെ തന്നെ ഫൈബ്രസ് ടിഷ്യൂ, നമ്മൾ നേരത്തെ പറഞ്ഞു ഫൈബ്രസ് ടിഷ്യൂ, നാരുകലകളും കണക്ട് ചെയ്യുന്നു. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നമ്മളിപ്പോൾ കൈരൈ മുട്ട നമുക്കറിയാം, കൈരൈ മടക്ക്, അവിടെ നമുക്ക് മടക്കാൻ എന്ത് ചെയ്യുന്നു? നൂക്കാനും മടക്കാനെല്ലാം പറ്റും. ഈ 2 അസ്ഥികളെയും തമ്മിൽ എന്ത് ചെയ്തുകൊണ്ട്? കണക്ട് ചെയ്തുകൊണ്ട്, 2 അസ്ഥികളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ലിഗമെൻറ്റുകൾ എന്ന് പറഞ്ഞ നാര് പോലുള്ള ഭാഗങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ 2 അസ്ഥികളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ലിഗമെൻറ്റ് എന്ന് പറയുന്ന നാര് പോലുള്ള ഭാഗങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. ലിഗമെൻറ്റ് എന്ത് ചെയ്യും? നാര് പോലുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ബോൺസിനെ കണക്ട് ചെയ്യുന്നില്ലേ? അപ്പോൾ അത് കണക്റ്റീവ് ടിഷ്യൂ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ മസിലുകൾ, നമ്മുടെ ഇപ്പോൾ കയ്യിൽ മസിലുണ്ട്, നമ്മൾ കയ്യിലെ മസിലുകൾ, ആ മസിലിനെയും ബോണിനെയും കണക്ട് ചെയ്യുന്ന, മസിലിനെയും നമ്മുടെ അസ്ഥിയെ, നമുക്കറിയാം അസ്ഥികളോട് ചേർന്നാണ്, നമ്മുടെ ബോൺസുമായിട്ട് അറ്റാച്ച് ചെയ്താണ് നമ്മുടെ മസിൽ കാണുന്നത്. അപ്പോൾ ഈ മസിലിനെയും അസ്ഥിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചെറിയ നാര് പോലുള്ള ഫൈബർ പോലുള്ള എന്ത് ചെയ്യുന്ന ടിഷ്യൂസ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ടെൻഡൻസ്. ലിഗമെൻറ്റുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞ ടെൻഡൻസ്. അപ്പോൾ ലിഗമെൻ്റ് എന്താണ്? ലിഗമെൻറ്റിൻ്റെ മലയാളം സ്നായുക്കൾ. സ്നായുക്കൾ എന്ത് ചെയ്യുന്നു? സ്നായുക്കൾ അസ്ഥികളെ തമ്മിൽ കണക്ട് ചെയ്യുന്നു. 2 അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, കണക്ട് ചെയ്യുന്ന ഫൈബർ പോലെ, നാര് പോലുള്ള ഭാഗങ്ങളാണ് എന്ത് ചെയ്യുന്നു? ലിഗമെൻറ്റുകൾ. എന്നാൽ എന്ത് ചെയ്യുന്നു? അസ്ഥികളെയും മസിലിനെയും ബോൺസിനെയും കണക്ട് ചെയ്യുന്ന നാര് പോലുള്ള ഭാഗത്തിൻ്റെ പേരാണ് ടെൻഡനുകൾ. എന്ത് വിളിക്കും? ടെൻഡൻസ് എന്ന് വിളിക്കും. ടെൻഡൻസ് എന്നാണ് അവയെ വിളിക്കുന്ന പേര്.
ഓക്കെ, ഇനിയുള്ളത് ബോണാണ്. ബോണിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം, ബോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൺസിനെ കുറിച്ച് കാർലിയനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പറയാനുള്ള ബ്ലഡിനെ കുറിച്ചാണ്. ബ്ലഡ് മെയിനായിട്ട് ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷനാണ് സഹായിക്കുന്നത്. ട്രാൻസ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, സംവഹനത്തിന് എന്തിനെ കൊണ്ടുപോകുന്നു, നമ്മുടെ ഗ്യാസസ്, അതായത് നമ്മുടെ റെസ്പിറേഷന്, ശ്വസനത്തിൻ്റെ ഫലമായിട്ട് നമ്മളെടുക്കുന്ന ഓക്സിജനെ കൊണ്ടുപോകുന്നു. അതുപോലെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ ഇതിന് സഹായിക്കുന്നത് ആരാണ്? ബ്ലഡാണ്. അപ്പം ബ്ലഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓക്സിജനെ എന്ത് ചെയ്യുക, ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എല്ലാ കോശങ്ങളിലും കൊണ്ടുപോയി കൊടുക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, കാർബൺ ഡൈ ഓക്സൈഡിനെ എന്ത് ചെയ്യുക, കോശങ്ങളിൽ നിന്ന് ലങ്സിലേക്ക്, ശ്വാസകോശത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് ബ്ലഡിൻ്റെ ഫംഗ്ഷനാണ്. അത് മാത്രമല്ല, ന്യൂട്രിയൻസിനെ, പോഷകഘടകങ്ങൾ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ ഓരോ കോശങ്ങളിലേക്കും ഓരോ സെല്ലുകളിലേക്കും ട്രാൻസ്പോർട്ട് എത്തിക്കാൻ സഹായിക്കുന്ന ആരാണ്? ബ്ലഡ് എന്ന കണക്റ്റീവ് ടിഷ്യൂആണ്. അപ്പോൾ ഈ ബ്ലഡ് എന്ത് ചെയ്യുന്നു, മറ്റ് ടിഷ്യൂസിന് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അവിടെ. അപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂവിൽ മെയിനായിട്ട് വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? കണക്റ്റീവ് ടിഷ്യൂവിൽ മെയിനായിട്ട് വരുന്ന ആൾക്കാർ ബോണ്, കാർട്ടിലേജ്, ഫൈബ്രസ് ടിഷ്യൂ, അതുപോലെ ബ്ലഡ്. അപ്പോൾ ഇത്രയും പോയിൻറ്റുകൾ ഇതിനകത്ത് ഓർമ്മിച്ചിരിക്കുക.